കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ നിര്യാതനായി. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്താണ് ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന രണ്ടു വാക്കിനെ മലയാളിക്ക് മറക്കാൻ കഴിയുമോ? തന്റെ ഏക മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിലൂടെ രാജ്യമാകെ ശ്രദ്ധ നേടിയ മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ശങ്കരനാരായണൻ നിര്യാതനാകുമ്പോൾ കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായത്തിലെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിന് കൂടിയാണ് അവസാനമാകുന്നത്. 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന തന്റെ ഏക മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന മുഹമ്മദ് കോയ എന്ന പ്രതിയെ നിയമത്തിന്റെ നൂലാമാലകൾക്ക് വിട്ടുകൊടുക്കാതെ നേരെ പോയി നാടൻ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്ന പിതാവ്. മഞ്ചേരി ചാരങ്കാവ് ശങ്കരനാരായണൻ അഥവാ മലയാളിയെ സംബന്ധിച്ച് കൃഷ്ണപ്രിയയുടെ അച്ഛൻ. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ പെൺമക്കളുള്ള മലയാളികളിൽ പലരും പലപ്പോഴും ഓർക്കുന്ന പേരായിരിക്കും കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ. 13ാം വയസ്സിൽ 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടുവരുന്ന വഴി കൃഷ്ണപ്രിയയെ അയൽവാസിയായ എളങ്കൂർ ചാരക്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന 24-കാരൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. പിടിയിലായ പ്രതി റിമാൻഡ് ചെയ്യപ്പെട്ടു. അതിനിടയിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ 2002 ജൂലൈ 27 കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ട് പോലീസിന് കീഴടങ്ങി. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതുവരെയും താടിയും മുടിയും നീട്ടി വളർത്തി ഒരിക്കലും ചിരിക്കാതെ നാടൻ തോക്കുമായി അലയുകയായിരുന്ന ശങ്കരനാരായണൻ കോടതി വിധി കേട്ടപ്പോഴാണ് മനസ്സറിഞ്ഞ് ചിരിച്ചത്. മലയാളികളിൽ പലരും ആ അച്ഛനെ ധീരനായൊരു പിതാവിൻ്റെ സ്ഥാനത്ത് നിർത്തി. 2006 മെയ്യിൽ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. ഇപ്പോൾ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ വിട പറഞ്ഞിരിക്കുന്നു. നിയമം കയ്യിലെടുക്കുന്നത് നീതിയുക്തമല്ല എന്നറിഞ്ഞിട്ടും ഈ പിതാവിനെ മലയാളികൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? പ്രേക്ഷകർ തന്നെ ആലോചിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.